ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ ക്രിട്ടിക്കൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി ട്രെൻഡിങ് ഡേ ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ. ഉഗ്രൻ ട്രെൻഡിങ് ഡേ ആയിരുന്നു. കുറച്ച് പുട്ടൊക്കെ ക്യാരി ആയിട്ടാണ് വെള്ളിയാഴ്ച പോയത്. കാരണം യുദ്ധം അവസാനിക്കില്ല എന്നൊരു പ്രതീതി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിക്സ് ഇത്ര കൂടുന്നത് കൊണ്ട് കുറച്ച് പുട്ടൊക്കെ ക്യാരി ആയിട്ടാണ് പോയത്. പക്ഷെ ആ പുട്ടെല്ലാം ഇന്ന് ഓപ്പൺ ചെയ്തത് നല്ല പടുകുറ്റം കുഴിയിൽ വീഴുന്ന പുട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ 24/7 മുകളിൽ നിഫ്റ്റി ഫ്യൂച്ചറിൽ കിടിലൻ ട്രേഡ് കിട്ടി. ഓപ്ഷൻസ് സ്കാൽപ്പ് ചെയ്ത് അടിപൊളി കിടിലൻ ട്രെൻഡിൻ്റെ ആയിരുന്നു ഇന്ന് ട്രേഡിങ്ങിലുള്ള ഫ്ലോറിലുള്ള എല്ലാവർക്കും, എൻ്റെ ഫോളോവേഴ്സിനും എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിച്ചു. നമ്മൾ ഉഗ്രം ദിവസം നമ്മളെ സംബന്ധിച്ച് എനിക്ക് അത്രയും ഹാപ്പിയോടുകൂടി ഇരിക്കണം. നല്ല ഉഗ്രം മൈനസിലാണ് ഓപ്പൺ ചെയ്ത്. ആ മൈനസിൽ നിന്ന് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റി. ട്രേഡ് എൻട്രി കിട്ടി 6:30 to 7:30, 7:30 to 8:10, 8:10 to 9:10, 9:10 above 25,000, 25,000 above 25,050 വരെയും ആ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡിൽ കൃത്യമായ രീതിയിൽ സ്കാൽപ്പ് ചെയ്യാനും സാധിച്ചൊരു കിടിലൻ ട്രെൻഡിൻ്റെ ആയിരുന്നു. നമുക്ക് നോക്കേണ്ടത് നമ്മുടെ നിഫ്റ്റി, നമ്മളെ മാർക്കറ്റ് നമ്മൾ നോക്കി അറിയാം. നിഫ്റ്റി എല്ലാ ലെവലും ഓപ്പൺ ചെയ്ത് അതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അവിടെ നിന്ന് ഒരു ഫൈനസ്റ്റ് കയറ്റം അങ്ങ് കയറിപ്പോയി. അതേപോലെയാണ് ബാങ്ക് നിഫ്റ്റി R3 എല്ലാം മുകളിലേക്ക് ആശ ഓപ്പൺ ചെയ്ത് ഒരു കയറ്റം കയറിപ്പോയി. സത്യം പറഞ്ഞാൽ ലെവലൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ട്രെൻഡ് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് അത് സസ്റ്റെയിൻ ചെയ്ത് അത് മുന്നോട്ട് പോയ ദിവസമായിരുന്നു നിഫ്റ്റി. ഫെബ്രുവരി 2021 ശേഷം നിഫ്റ്റിയിലെ 1 ഡേയിലെ സിംഗിൾ ഡേ ലാർജസ്റ്റ് പോയിന്റ് ഹൈക്ക് വന്ന ദിവസമായിരുന്നു. അതായത് ഫെബ്രുവരി 21 ശേഷം ഈ 4 വർഷത്തിനിടയ്ക്ക് നിഫ്റ്റിയിൽ 980 പോയിന്റ് കയറിയ ദിവസം ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഈ 4 വർഷത്തിനിടയ്ക്ക് ആദ്യം നിഫ്റ്റി 980 ഒരിടയ്ക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 24,944, അതായത് ഏകദേശം പറഞ്ഞാൽ 940 പോയിന്റ്സോളം സ്പോട്ട് അപ്പായ ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് നടന്നത്. യുദ്ധം അവസാനിച്ചു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് താരിഫും 90 ഡേയ്സിലേക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറച്ചു. അതും വളരെ പോസിറ്റീവ് ന്യൂസാണ് വന്നത്. നമ്മളെ അമേരിക്കൻ മക്കൾ നിങ്ങൾ നോക്കിയാൽ ഗോൾഡൊക്കെ അടിച്ച് നല്ല താഴേക്ക് ഇറങ്ങി വരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഗോൾഡ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൃത്യമായിട്ട് പറഞ്ഞാൽ ഗോൾഡൊക്കെ ഏകദേശം പറഞ്ഞാൽ നല്ല ഗോൾഡ് അടിച്ച് താഴേക്ക് ഇറങ്ങി വന്ന ദിവസമായിരുന്നു ഗോൾഡിൻ്റെ. US ഗോൾഡൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഫോറക്സ് CFD-യിലില്ലേ, നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. US ഗോൾഡൊക്കെ കൃത്യമായിട്ട് എന്താണ് അടിച്ച് താഴേക്ക് ഇറങ്ങി വന്നൊരു ദിവസവും കൂടെ ആയിരുന്നു. ഗോൾഡൊക്കെ ഏകദേശം പറഞ്ഞാൽ 5% ഗോൾഡ് ഫ്യൂച്ചേഴ്സൊക്കെ MCXൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇന്ന് ഏകദേശം പറഞ്ഞാൽ ഇതിപ്പം റേറ്റ് കാണിക്കുന്നില്ല നമ്മൾ നോക്കുമ്പം. ഗോൾഡൊക്കെ ഇന്ന് ഏകദേശം പറഞ്ഞാൽ ഒരു $3,200 എത്തി. അതായത് $140 ഗോൾഡൊക്കെ ഇന്ന് അടിച്ചു. നല്ല രീതിയിലുള്ള ഹെവി സെല്ലിങ്, അതായത് ഈ താരിഫിൻ്റെ പ്രകാരം വന്ന നെഗറ്റീവ് ന്യൂസ് എല്ലാം ഗോൾഡിൻ്റെ പ്രൈസിനെ കൂട്ടി. അതെല്ലാം ഹെവി സെല്ലിങ് നടന്നു. മാർക്കറ്റൊക്കെ അടിച്ച് പൊളിച്ച് കയറിയായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. US മിനി എല്ലാം എന്താണ്, US മിനിയും ബാക്കിയുള്ള കോൺട്രാക്റ്റുകളൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും. കണ്ടേ, അമേരിക്കൻ മാർക്കറ്റ് കൃത്യമായൊരു കിട്ടില്ല 2% മുകളിൽ അപ്പോ കാണിക്കുന്നു. നാസ്ഡാക്ക് 4% അപ്പോ കാണിക്കുന്നു. US മിനി എത്രയാണ് 3% അപ്പോ കിട്ടില്ല അപ്പ്. നമ്മളെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡിങ് ഡേ ആയിരുന്നു നിഫ്റ്റി സ്പോട്ടിലുണ്ടായിരുന്നത്. കിട്ടില്ല പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് ഡേ ആയിരുന്നു നിഫ്റ്റി വന്നത്. വലിയൊരു കൃത്യമായിട്ട് ഈ ഒരു റേഞ്ചൊക്കെ പൊട്ടി ആശാൻ കയറി ഒരു പക്ക ട്രെൻഡിങ് ഡേ ആയിരുന്നു നിഫ്റ്റിയിൽ വന്നത്. ഓപ്പൺ ചെയ്ത് എയുടെ കട്ട് ചെയ്ത് BY, ബിക്ക് കട്ട് ചെയ്ത് DE, F, G, H, I, J ഒക്കെ എല്ലാം ആ രീതിയിലുള്ള കിട്ടിയ ഒരു ട്രെൻഡിങ് ഡേ ആയിരുന്നു നിഫ്റ്റിയിൽ വന്നത്. അപ്പം നമുക്ക് നോക്കേണ്ടത് ഒരു കൃത്യമായി പറയാൻ നമ്മൾ ഈ ലെവലൊക്കെ പൊട്ടി. നിഫ്റ്റി ഈ ലെവൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ലെവൽ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി നമ്മളെ ഏത് ദിവസത്തെ ഈ ലെവലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ദിവസം 12 ഡിസംബറിൻ്റെ ആ ഒരു ഹൈ, അല്ലെങ്കിൽ 5th ഡിസംബറിൻ്റെ ആ ഹൈ ഒക്കെ പൊട്ടിയാണ് നിഫ്റ്റി കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി 24,870 മുകളിലാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ 5 ഡിസംബറിൻ്റെ ഹൈക്ക് മുകളിൽ ആദ്യമായിട്ടാണ് നമ്മളെ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റിയത്. ഇനി നമുക്ക് നോക്കേണ്ടത് ആശാൻ എങ്ങോട്ട് പോകും, അതിന് മുകളിൽ മാർക്കറ്റ് വന്നാൽ ഇനി ഫ്രഷ് ബൈ എങ്ങോട്ടാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായ രീതിയിൽ നമുക്ക് നോക്കാം. അപ്പം എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു പ്രൊഫൈലാണ് ഈ വരാൻ പോകുന്നത്. ഈ
24,980 മുകളിൽ മാർക്കറ്റ് നിന്നാൽ മാത്രമേ ഇനി മാർക്കറ്റിൽ ഇനി ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ എത്രയാണ് 24,980 ഈ വന്ന 18 ഒക്ടോബറിൻ്റെ ആ ഒരു പ്രൊഫൈലിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ 24,975 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഒരു ബൈയെ കുറിച്ച് 24,975 നമ്മളെ POC നമ്മൾ മാർക്ക് ചെയ്യാം. ആദ്യം ബുള്ളിഷ് റെഫറൻസ് ഞാൻ മാർക്ക് ചെയ്യണേ. 24,975 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എത്രയാണ് ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ 24,975 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം 24,450 25,049 ഭാഗത്തേക്ക് നിഫ്റ്റി പോകും. നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,050 ഭാഗത്തേക്കായിരിക്കും ഫസ്റ്റ് സ്പോട്ടിന് ടാർഗറ്റ് വരുന്നത്, R1 വരുന്നത്. അതിന് മുകളിൽ അടുത്ത നിൽക്കുമ്പോൾ അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,123 R2 എന്ന് പറയുമ്പോൾ 25,123 ഭാഗത്തേക്ക് 25,123 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ R3 എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 25,216 ഭാഗത്തേക്ക് 25,216 ഭാഗത്തേക്ക് പോകാനും നിഫ്റ്റി സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ 24,975 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇനി ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനും ഈ മൊമെൻറ്റം എങ്ങോട്ട് പോകാൻ ഈ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 25,050 25,216 25,223 25,216 അങ്ങനെ ആ ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് മാർക്കറ്റിൽ കുറച്ച് കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ട നമ്മളെ ഇന്നത്തെ POC എത്രയാണ്. നമ്മളെ POC നോക്കണല്ലോ. ഇന്ന് കിഡിലൊരു ട്രെൻഡിങ് ഡേ ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത്. കിഡിലൻ ട്രെൻഡിങ് ഡേ ആയിരുന്നു. നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഉഗ്രൻ ട്രെൻഡിങ് ദിവസമായിരുന്നു മാർക്കറ്റ്. നമ്മളെ POC വന്നിരിക്കുന്നത് 24,720 ഭാഗത്താണ് നമ്മളെ POC നിൽക്കുന്നത്. നമ്മളെ POC ഞാനൊന്ന് മാറ്റി വെച്ചു. 24,720 ആണ് നമ്മളെ നിഫ്റ്റിയുടെ POC. ഈ 24,720 ആണ് നമ്മളെ POC വരുന്നത്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളൊരു ഫ്രഷ് സെല്ലിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് നമ്മളെ ബെയറിഷ് റെഫറൻസും. അതിന് നമ്മളെ ബെയറിഷ് റെഫറൻസ് അവിടെ തന്നെ വരും. POC ആൻഡ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് ആണ് ഈ 24,720. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ഫ്രഷ് സെല്ലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബെയറിഷ് റെഫറൻസ് ആ 24,720 ആയിരിക്കും. ആ 24,700 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രം മതി. ഇപ്പോൾ POC ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഞാൻ അത് കൃത്യമായി ക്ലിയർ ആക്കട്ടെ. POC മതി. ബെയറിഷ് റെഫറൻസ് 24,700 ആണ്. 24,700 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താണ് ഒരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ഇനി ചിന്തിച്ചാൽ മതി. ഇനി സെല്ലിങ് അല്ല, ഈ ഒരു ലെവലിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് ചിന്തിച്ചാൽ മതി. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ സിംഗിൾ പ്രിന്റ് 24,650 ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 24,650 ഭാഗത്തേക്ക് പോകാം. 24,650 ഭാഗത്തേക്ക് മസ്റ്റ് പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അടുത്ത ലെവൽ എന്ന് പറയുമ്പം ഈ ലെവൽ 575 അടുത്ത 24,575 ഭാഗത്തേക്ക് പോകാം. 24,575 ഭാഗത്തേക്ക് പോകാം S2 എന്ന് പറയുന്നത്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 24,490 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകും. എത്രയാണ് 23,490 ഭാഗത്തേക്കും പോകാം. 24,490 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ പുറത്തോളുക. നമ്മൾ എവിടെ വരാം. നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 24,700 ആണ്. ഈ 24,700 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വരാം. 24,650 24,575 24,485 24,585 ഇതിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് S3 ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. 24,485 ഭാഗത്തേക്കും വരാം. ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള ലോവർ ലെവലിലേക്കുള്ള ലെവൽസ്. ഇപ്പം അപ്പർ ലെവൽ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല. അപ്പർ ലെവൽ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ 24,975 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,050 25,123 25,216 ഭാഗത്തേക്ക് പോകാം. 24,700 പൊട്ടുകയാണെങ്കിൽ 24,650 24,575 24,485 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു 3.5% അടുപ്പിച്ച് മാർക്കറ്റ് 1814 പോയിന്റോളം സ്പോട്ട് നല്ല ഉഗ്രൻ അപ്പായ ഒരു ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റ് വ്യക്തമായി കടന്നു പോയത്.
നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി നമ്മുടെ എല്ലാ ലെവൽസും പൊട്ടിയാണ് ആശ മുകളിലേക്ക് കയറിയത്. അപ്പം നമുക്ക് നോക്കേണ്ട ആദ്യം നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പി യു സി നോക്കണം. ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് കയറിയെങ്കിൽ കൂടെ ഈ ഒരു അപ്പർ സൈഡിലെ റെസിസ്റ്റൻസിൽ ഇനി മാർക്കറ്റിൽ സ്പോട്ട് മൂവ് ചെയ്യണം. സ്പോട്ടിനെ സംബന്ധിച്ച് ഇനി നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് ബൈ എന്ന് പറഞ്ഞാൽ 575 മുകളിൽ സ്പോട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ബൈ ആവും. അപ്പോൾ ഫസ്റ്റ് അത് നമ്മൾ ബുള്ളിഷ് റെഫറൻസിനെ മാറ്റണം. എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 55,575 57575 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഫ്രഷ് ബൈ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ പി ഒ സി ബാങ്ക് നിഫ്റ്റിക്ക് കൃത്യമായിട്ട് കയറിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി പി ഒ സി അവിടെ നിൽക്കണ 55,256 ഭാഗത്താണ്, നമ്മുടെ 87 ഭാഗത്താണ് പി ഒ സി. സോ 55,257 നമ്മുടെ പി ഒ സി വരുന്നത്. ആ പി ഒ സി മാർക്ക് ചെയ്തു. ഇനി ബുള്ളിഷ് റെഫറൻസ് കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്ത് എത്രയാണ്? 55,520 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഫ്രഷ് ബൈ ഉള്ളൂ. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 55,821. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,800 ആണ്. 55,800 ഭാഗത്തേക്കായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് 55,752 55,752 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം ഫസ്റ്റ് ടാർഗറ്റ്. അതിന് മുകളിൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,924 ഭാഗത്തേക്കും 55,924 ഭാഗത്തേക്കും. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ ഹൈ ആയ 56,117 ഭാഗത്തേക്കും R2 പറയുമ്പോൾ 56,117 ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇതാണ് R3. അപ്പം നമ്മൾ R1 എവിടെയാണ് വരുന്നത്? R1 എന്ന് പറയുമ്പോൾ 56,117 നമ്മളെ R3. ഓക്കെ, 56,117 ഓക്കെ, അത് മാർക്ക് ചെയ്ത് വെച്ചു. ഇപ്പം ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 55,575. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,752. അതിന് മുകളിൽ R2 എന്ന് പറഞ്ഞാൽ 55,924 ഭാഗത്തേക്കും. അതിന് മുകളിൽ R3 എന്ന് പറഞ്ഞാൽ 56,117 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 55,090. നമ്മളെ ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ 55,090 താഴെ നമ്മൾ വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയുടെ ഭാഗത്തേക്ക് വ്യക്തമായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,855 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,855 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്തത് 54,661 54,661 54,661 ഭാഗത്തേക്കും വരാം. അതിന് താഴെ S3 എന്ന് പറയുമ്പോൾ ഈ ഫിഗർ എന്താണ്, ഏത് ഫിഗറിലേക്ക് വരാം? നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 54,439 ഭാഗത്തേക്കും വരാം. 54,440 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടും. ചുരുക്കി പറഞ്ഞാൽ 55,090 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറയുന്നത് പോലെ 54,855 54,661 54,440 എന്ന് പറഞ്ഞ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം നിഫ്റ്റിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് എലോബറേറ്റീവായ കാര്യമാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റി നിങ്ങളൊരു കാര്യം മനസ്സിലോർത്തോളുക. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്പോട്ടിൽ 24,970 മുകളിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 25,278 എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4 ഒക്ടോബറിൻ്റെ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ്, ഇതാണ് നമ്മൾ ഈ മുകളിലേക്കുള്ള പി ഒ സി, അതായത് 25,265 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,970 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 25,265 എന്ന് പറഞ്ഞ ഈ പി ഒ സിക്കും അതിന് മുകളിൽ 25,400 അല്ലെങ്കിൽ 500 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം, അതായത് ഒക്ടോബർ മാസ പ്രൊഫൈലിലേക്ക് മാർക്കറ്റ് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
അപ്പം നമ്മുടെ ഡെസ്റ്റിന 2025 ഈ വരാൻ പോകുന്ന 16-17 ട്രിവാൻഡ്രത്ത് വെച്ച് റെസിഡൻസി ടവർ വെച്ച് നടക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ സീറ്റ്സും ഫില്ലായിട്ടുണ്ട്. ഷിജു ഇന്നത് വീണ്ടും ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ വേണം താല്പര്യപ്പെടാൻ സാറ്റർഡേ പങ്കെടുക്കണം താല്പര്യമുള്ളവരാണെങ്കിൽ സാറ്റർഡേ മാത്രം വരാം. അങ്ങനെ വരുന്നവർക്ക് എന്തെങ്കിലും ഓഫേഴ്സോ പ്ലാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ ഡെസ്റ്റിന 2025 മിസ് ചെയ്യാൻ പാടില്ല. ഈ വരുന്ന ഈ കിഡില മാർക്കറ്റിൽ എങ്ങനെ സൈക്കോളജി കൈകാര്യം ചെയ്യാം, AI ടൂൾ എങ്ങനെ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാം, മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം, സ്കാൽപ്പിംഗിൽ എങ്ങനെ ചെയ്യാം, സൈക്കോളജി എങ്ങനെ കൺട്രോൾ ചെയ്യാം, സോഫ്റ്റ്വെയർസ് എങ്ങനെ ഉപയോഗിക്കാം, ഇതൊക്കെ പറഞ്ഞ രീതിയിലുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു മീറ്റാണ് ഈ വരാൻ പോകുന്നത്. പങ്കെടുക്കുക, അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.